ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ഭംഗിയുള്ള നമ്മളെ പെറ്റൂണിയാണ്. നല്ല ഫ്ലവറായിട്ട് നന്നായിട്ട് നിന്നാണ്. നിമിഷം നേരം കൊണ്ടാണ് ഇന്നലെ നന്നായിട്ട് നിന്ന് പെട്ടെന്ന് അങ്ങ് വാടിപ്പോയി. ഈ പ്ലാന്റ് ഇങ്ങനെയാണ് നിൽക്കുന്ന നിമിഷം. പക്ഷേ ഇലയെല്ലാം വാടിയിട്ടും ഫ്ലവറിന് ഒരു ദോഷവും ഇല്ല. നല്ലതായിട്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മളെ റെഡിനകത്ത് ബ്ലാക്ക് ഇങ്ങനെ പറഞ്ഞതാണ്. ഐവറി പെറ്റൂണി എന്നാണ് ഇതിൻ്റെ പേര്. എനിക്കില്ലാതിരുന്ന് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരുന്നതിന് എങ്ങനെയോ വീണ്ടും എനിക്ക് കിട്ടി. ചിലർക്കൊക്കെ ഞാൻ പ്ലാന്റ് അയച്ചു കൊടുത്തവർ റെഡെന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയത് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർക്കൊക്കെ ഇങ്ങനെ മാറിപ്പോയി, നമുക്കറിയാൻ വയ്യായിരുന്നു. അപ്പോൾ ഇത് കിട്ടിയ ഭയങ്കര സന്തോഷമായിരുന്നു, ഇല്ലാതിരുന്നിട്ട് കിട്ടിയപ്പോൾ. ആ പ്ലാന്റിൻ്റെ അവസ്ഥയാണ് ഇത് കേട്ടോ. എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ സംഭവിക്കും. പെറ്റൂണി എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രതീക്ഷിക്കണം, ഏത് നിമിഷം ഈ പ്ലാന്റ് പോകുന്നു, അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ ഈ പ്ലാന്റിനെ വളർത്തണം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടിരുന്നപ്പോൾ തന്നെ ഞാൻ അതിൽ നിന്ന് കട്ടിങ് എടുത്ത് മാറ്റി പിടിപ്പിച്ചതുകൊണ്ട് ഒരു വിഷമവും ഇല്ല. നമുക്ക് വേറെ പ്ലാന്റ് ഉണ്ട്, ആയി കിട്ടി. ഇപ്പോൾ എല്ലാവർക്കും നല്ല പൂത്തുലഞ്ഞ് നല്ല ഭംഗിയായിട്ട് പെറ്റൂണി നിൽക്കുമ്പം എല്ലാവർക്കും അതിൽ നിന്ന് കട്ടിങ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കട്ട് ചെയ്തെടുക്കാൻ. പക്ഷേ കട്ട് ചെയ്തെടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇത് പെറ്റൂണിയുടെ അവസ്ഥ ഇതാണ്. നിൽക്കുന്ന നിലയിൽ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കട്ടിങ് എടുത്ത് മാറ്റി പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ കുറേ കൂട്ടുകാരൊക്കെ ഇപ്പോഴും പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോഴൊക്കെ മെസ്സേജ് ഇട്ട് ചോദിക്കും, ഇതിൻ്റെ പോട്ട് മിക്സ് എങ്ങനെയാണ് ഇത് പിടിപ്പിച്ചെടുക്കുന്നത്. പല പ്രാവശ്യം നട്ടിട്ട് അത് ചീഞ്ഞ് പോകണം, നമുക്ക് പിടിച്ച് കിട്ടണില്ല. അങ്ങനെ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വരികയും വിളിച്ചിട്ടും മെസ്സേജായിട്ടും ഒക്കെ. അപ്പോൾ വീണ്ടും ഞാൻ ഈ പ്ലാന്റ് എങ്ങനെയാണ് ഞാൻ നടന്നത് എന്നൊക്കെയുള്ള രീതിയായിട്ടൊക്കെയാണ് അത് കാണിക്കാമെന്ന്. എങ്ങനെയാണെന്ന് ഇതിന് ഇനി നമുക്ക് ഇത് ഈ പ്ലാന്റ്സ് നമ്മളെ നഷ്ടപ്പെട്ടു പോയെങ്കിലും ഇതിൻ്റെ എല്ലാ കട്ടിങ്ങും നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമുക്കിതെല്ലാം പ്ലാന്റും കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് അത് നടന്നത് എങ്ങനെയാണെന്നും കൂടെ, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൂടെ കാണിച്ചു തരാമേ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇപ്പോഴും ഈ അടിയിലുള്ള ലീഫ് അത്രയും കുറച്ചങ്ങ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതുപോലെ അതിലുള്ള ഫ്ലവറും അതിൽ വരണ മൊട്ടും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ ഇന്ന് ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ ആകുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കും. വാടിപ്പോവാതെ നല്ല ഇങ്ങനെ വാടിക്കൊഴഞ്ഞ് 2 ദിവസം വരെ നിന്ന് ആ പ്ലാന്റ് പൊടിക്കൂലെന്നാണ്. അതിനെനിക്ക് എടുത്ത് നോക്കണം. അപ്പോൾ എൻ്റെ മൂഡ് ചീഞ്ഞിട്ട് എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ നല്ല ഫ്രഷായിട്ട് ഇന്ന് വെച്ച് നമ്മളിത് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇതുപോലെ നല്ല ഫ്രഷായിട്ട് നിന്ന് ആ പ്ലാന്റ് പിടിച്ച് കിട്ടുമെന്നാണ്. ഈ പ്ലാന്റ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഇവരൊരു പേപ്പർ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് നിറയെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഹോളിൽ അടിഭാഗത്തായിട്ട് അല്പം ചാണാപ്പൊടി, നല്ല ഉണക്ക നനഞ്ഞതല്ല, അല്ല ഉണക്ക, ഇടയ്ക്ക് ഞാൻ ഇടാതെയൊക്കെയാണ് നട്ട് വെച്ചിട്ടുള്ള ചാണകം. ഇട്ടാലും ഇല്ലെങ്കിൽ നമ്മളെ പ്ലാന്റ് അടിച്ച് പോണേക്കെ ഒരുപോലെ തന്നെ. പക്ഷേ ചാണാപ്പൊടി ഇടുമ്പോൾ അല്പം കൂടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരണുണ്ട്. അതുകൊണ്ട് നല്ല ഉണക്ക ചാണാപ്പൊടി നമുക്ക് എൻ്റെ അടിഭാഗത്ത് കുറച്ചിട്ട് കൊടുക്കുക. അല്പം മാത്രം ഇട്ട് കൊടുത്തിട്ട് കൊടുത്താൽ ഒരു വളവും ഇല്ലാത്ത മണ്ണാണ് എടുക്കുന്നത്. അതൊരു 3/4 ഭാഗം നമുക്ക് ഇതെടുക്കാം. അതിൽ കല്ല് ഒക്കെ ഉള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടാണ് നമുക്കിതെടുക്കാനുള്ളത്. നമ്മൾ ഈ പ്ലാന്റ്സ് അയച്ചു കൊടുക്കുമ്പോൾ ഈ മണ്ണ് കളയാതെയാണ് നമ്മൾ ഇതോട് കൂടിയാണ് അയച്ചു കൊടുക്കുന്നത്. പെറ്റൂണിയ ഇത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പം കുറച്ചുകൂടെ ഒന്ന് താഴ്ന്നു വരും. ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇതിനെ പയ്യെ ഒന്ന് ഇറക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചൂടൊന്ന് അമർത്തി കൊടുത്ത് അല്പം വെള്ളം കൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന് നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് തന്നെ വയ്ക്കണം. ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ഷെയ്ഡ്, മഴവെള്ളം വീഴാനും പാടില്ല, വെയിൽ കൊള്ളാനും പാടില്ല, അങ്ങനെയുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോൾ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് ഇതിങ്ങനെ നന്നായിട്ട് വരും. അപ്പോൾ അതുപോലെ ഞാൻ അല്പം ചാണകപ്പൊടി ഇട്ടിട്ട് നട്ട് വെച്ചാണ്. എൻ്റെ പെട്ടെന്ന് നല്ല റൂട്ട് വരെ നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് നല്ല തഴച്ച് ഈ പ്ലാന്റ് വളരെ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് പ്ലാന്റ് ഒന്ന് നട്ട് കൊടുക്കാൻ നോക്കണം. ഈ പ്ലാന്റിന് എന്നിട്ട് നമ്മൾ ഷെയ്ഡിൽ വെച്ചേക്കണതിന് അല്പം മാത്രം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അല്പം ഒന്ന് തളിച്ചു കൊടുക്കുകയും ചെയ്യാൻ പാടുള്ളൂ.
വെള്ളം ഓവറായിട്ട് എടുത്തൊഴിക്കരുത്. അപ്പോൾ റൂട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ പെറ്റോണിയ ഉള്ളവരെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം. ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ മാറ്റി വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ട് പ്ലാന്റ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കട്ടിങ് എടുത്ത് മാറ്റി വെച്ചുകൊണ്ട് ഇരിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് പെറ്റോണിയൊക്കെ വളർത്തുന്നവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ. ഓക്കേ.